സംസ്ഥാന സർക്കാർ ലഹരിക്ക് എതിരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമ്പോൾ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ കൂടെ ആരംഭിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് മാനസിക ആരോഗ്യ രംഗത്തെ വിദഗ്ധർ. വീര്യം കുറഞ്ഞ മദ്യവും തൂഫാനും ഒന്നിച്ച് നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു ദിവസം തന്നെ നിരവധി അറസ്റ്റുകളാണ് നടക്കുന്നത്. ലഹരി കേസിൽ പിടികൂടി ജയിലിലടച്ചാലും പിന്നീട് ഇവർ ജാമ്യം നേടി ലഹരിയുടെ വഴിയിൽ തന്നെ ഉണ്ടാകും. ലഹരി വിമുക്തിയാണ് ലക്ഷ്യമെങ്കിൽ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ പിടികൂടുന്നവരെ എത്തിക്കുകയാണ് വേണ്ടതെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. ചെറിയ ശിക്ഷാ കാലാവധിക്ക് ശേഷം വീണ്ടും ലഹരിയുടെ ഇരകളായി തുടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പി.എൻ. സുരേഷ് കുമാർ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കൂടെ നമുക്ക് ഈ ലഹരിയുടെ സ്രോതസ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് വേട്ടയാടി നശിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ ഈ ജയിലിൽ നിന്ന് മാറ്റി അവർക്ക് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ അവരെ ആക്കുകയും അവർക്ക് അതിന് വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ ഓരോ പഞ്ചായത്തിൻ്റെ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇത്തരത്തിലൊരു വിമോചന കേന്ദ്രം സ്ഥാപിക്കുവാനും ഒരു ചെറിയ സ്റ്റാഫോട് കൂടി ഇത്തരം കേന്ദ്രം സ്ഥാപിക്കാനായിട്ട് ചെറിയൊരു തുക ബഡ്ജറ്റിൽ വകയിരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇപ്പോഴുള്ള ഈ തൂഫാൻ എന്നുള്ള ഓപ്പറേഷൻ തൂഫാൻ്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ചികിത്സ കൂടി ഇതിൽ കൂടെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഉദ്ദേശം വളരെ വിജയകരമായിട്ട് മുന്നേറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു വശത്ത് തൂഫാനും മറുവശത്ത് വീര്യം കുറഞ്ഞ മദ്യവും നൽകാനുള്ള ശ്രമം ഒന്നിച്ച് മുന്നോട്ടു പോകില്ല. വീര്യം കുറഞ്ഞ മദ്യം വ്യാപകമാവുന്നതോടെ ലഹരി വിമുക്തി എന്ന ആശയം തന്നെ അപ്രസക്തമാകുമെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് പറയുന്നത് നമ്മുടെ സമൂഹത്തിനെ ലഹരിയിലേക്ക് നയിക്കാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്, ഒരു പാതയായിട്ടത് മാറും. അതുകൊണ്ട് വീര്യം കുറഞ്ഞാലും വീര്യം കൂടിയാലും മദ്യം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് മദ്യാസക്തി മാറ്റിയെടുക്കണം, തുടച്ചു നിൽക്കണം വെച്ചെങ്കിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുകയും മദ്യം കഴിക്കുന്ന ആളുകളുടെ പ്രായപരിധി കൂട്ടുകയും അതിന് ടാക്സ് കൂട്ടുകയും ഒക്കെ അല്ലാതെ ലഭ്യത ഇത്ര ഈസി ആയിട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ ലഹരിക്കടിമപ്പെട്ടവരെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അമൃത ന്യൂസ്, കോഴിക്കോട്.